ഹലോ ഗൈസ്, ഒരുപാട് ആൾക്കാർ ലോൺ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ കമൻറ്റ് ബോക്സിലൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ലോൺ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ലോൺ അപ്ലൈ ചെയ്യാൻ നോക്കുന്നവർ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്ലൈ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. പിന്നെ അപ്ലൈ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ അപ്ലൈ ചെയ്യുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കുക. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻ തന്നെയാണ് ലോൺ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 4.3 റേറ്റിംഗ് ഉണ്ട്. ലോൺ ഫ്രണ്ട് പേഴ്സണൽ ലോൺ ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴെ പോകുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഇത് RBI ലൈസൻസ് NBFC ആണ്. അവരുടെ ലെൻഡിംഗ് പാർട്ണർ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. വൈബ് PR പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ മുത്തൂറ്റ് ഫൈനാൻസ്, ഭവാന ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെയാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് ലോൺ എടുക്കാനായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ 23 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടെങ്കിൽ മാത്രമാണ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. 18 21 അല്ല, 23 വയസ്സിന് മുകളിൽ പ്രായം വേണം. ക്രെഡിറ്റ് സ്കോർ ഇത് പറയുന്നത് 600 മുകളിലും, അതുപോലെ തന്നെ ഇൻകം വേണ്ടത് 15,000 മുകളിലുമാണ്. ലോൺ എടുക്കാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ നമുക്ക് ഒരു സെൽഫി. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ രണ്ട് രീതിയിലുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫ്ലെക്സി ലോൺ, പിന്നെ രണ്ടാമതായിട്ട് സാലറിഡ് എംപ്ലോയീസിനുള്ള ലോൺ. ഫ്ലെക്സി ലോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻകം പ്രൂഫ് ഒന്നും ഇല്ലാണ്ട് എടുക്കുന്ന ലോണാണ്. ആ ലോൺ നമുക്ക് 30,000 വരെയാണ് കിട്ടുന്നത്. 5 വീട്ടിൽ എടുക്കാനായിട്ട് പറ്റുന്നതാണ് കൊടുത്തിരിക്കുന്നത്. 3 മാസം തൊട്ട് 12 മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധിയാണ് കിട്ടുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സാലറിഡ് എംപ്ലോയീസിനുള്ള പേഴ്സണൽ ലോൺ ആണെങ്കിൽ 2 ലക്ഷം വരെയാണ് കിട്ടുന്നത്. 2 വർഷം വരെയുള്ള കാലയളവിൽ കിട്ടും. അതാണെങ്കിൽ നമുക്ക് സാലറി പ്രൂഫ്, ഇൻകം പ്രൂഫും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് എടുക്കാം, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ഫ്ലെക്സി ലോൺ എന്ന രീതിയിൽ എടുക്കാം. ഇപ്പോൾ നമുക്ക് 1,500 തൊട്ട് 2 ലക്ഷം വരെ 24 മാസം വരെ ടെന്യൂർ വരും. ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 15.95% തൊട്ട് 35.95% വരും. അതായത് ഒരു 1% തുടങ്ങി നമുക്കൊരു 3% എന്ന രീതിയിലായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. പ്രോസസ്സിംഗ് ഫീസ് 1% തൊട്ട് 7.5% വരെ വരും നിങ്ങളുടെ ലോൺ എമൗണ്ട് അനുസരിച്ച്. പിന്നെ നമുക്ക് താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് പോകുകയാണെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ നമ്പറും അതേപോലെ തന്നെ ഇമെയിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിലൂടെ ഡയറക്റ്റ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയത് 2019 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. താഴെ പ്രൊഡക്റ്റ് ബൈ വൈബ് PR എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫെച്ചിങ് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഇതുപോലെ വരും. അവിടെ അവർ NBFC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡെബിറ്റ് ഫീച്ചറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ് ആൻഡ് സെക്യൂർ, ഇംപ്രൂവ് ക്രെഡിറ്റ് സ്കോർ, ഈസി റീപേയ്മെൻറ്റ് ഓപ്ഷൻ ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടിനോട് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ പെർമിഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ തെറ്റാണ്ട് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പറയുന്നുണ്ട്. സൈൻ അപ്പ് മൊബൈൽ നമ്പർ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു OTP വരും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ഉള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സൈൻ ഇൻ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പാൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സിംഗിൾ ആണോ മാരീഡ് ആണെന്നുള്ളത്, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ, പെർമനൻറ്റ് അഡ്രസ്സ്, പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ, യു ആർ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് 1 lakh എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് അവർ കാണിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്റ്റെപ്സൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുമില്ലെന്ന് അറിയത്തുള്ളൂ. ഞാനിവിടെ കൊടുത്തിട്ട് നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ്, ഇവിടെ പ്രൊഫഷൻ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ പ്രൊഫഷൻ, അതുപോലെ തന്നെ സാലറിഡ് ആണോ നോൺ സാലറിഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള വർക്ക് ഡീറ്റെയിൽസ് കുറച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റേറ്റസ്, അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ലാംഗ്വേജ് ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജ് നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോൾ ഇതുവരെ ഹൈ ID പീരിയഡ് ചെക്കിംഗ് എലിജിബിലിറ്റി ചെക്ക് ഇൻ പ്രോഗ്രസ്, വി ആർ അസസിങ് യുവർ ലോൺ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. 1 മിനിറ്റ് ആയിട്ട് നിങ്ങളുടെ ലോൺ എമൗണ്ട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ റിഫ്രഷ് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റീവാലുവേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് കാണിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. സോറി, നമ്മുടെ ആപ്ലിക്കേഷൻ അപ്പോളജൈസ്, യുവർ പ്രൊഫൈൽ നോട്ട് മീറ്റ് അവർ ലോൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ 90 ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. താഴെ 17 രൂപ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പൈസ പേ ചെയ്യാൻ, അത് പേ ചെയ്യരുത്. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സ്വന്തം റിസ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് എലിജിബിൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ ടെന്യൂറും അതുപോലെ തന്നെ എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഓട്ടോ ഡെബിറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. റീപേയ്മെൻറ്റ് ഇതുപോലെ ഓട്ടോ ഡെബിറ്റ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഗൂഗിൾ പേ, Paytm ഉപയോഗിച്ചുകൊണ്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് എന്തിനെ കൊണ്ട് എലിജിബിൾ ആയില്ല, പിന്നെ എന്തിനെ വീഡിയോ ഇട്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കിട്ടാതിരിക്കുന്നൊന്നുമില്ല. ആൾക്കാർ ഇത് RBI അപ്രൂവ്ഡ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്, സേഫ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷേ പൈസ തിരിച്ച് റീപേ ചെയ്യണമെന്ന് മാത്രമുള്ള വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ, അപ്ലൈ ചെയ്യുന്ന ഫുൾ വീഡിയോ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെ കൊണ്ടെങ്കിലും അപ്ലൈ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ കാണാം. ബൈ.